പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അഭിമന്യ പിതാക്കന്മാരായ തൃശ്ശൂർ ഹൈറേഞ്ച് മേഖലയുടെ മെത്രാപ്പോലീത്ത അഥാനാസിയോസ് തിരുമേനി, മൂവാറ്റുപുഴ മേഖലയുടെയും അതുപോലെ തന്നെ അങ്കമാലി മേഖലയുടെയും ചുമതലയിലായിരിക്കുന്ന അഭിമന്യ പിതാവായ ആന്തിമോസ് തിരുമേനി, ഈ പള്ളിയിലെ വികാരിയച്ഛൻ, വന്യകോർപ്പിസ്കോപ്പാച്ചൻ, ബഹുമാനപ്പെട്ട വൈദികരെ, ഷമാശന്മാർ, പള്ളിയിലെ ട്രസ്റ്റീസ്, കമ്മിറ്റി മെമ്പേഴ്സ്, ഭക്തസംഘടനാ ഭാരവാഹികൾ, ശുശ്രൂഷക സംഘം, ഗായക സംഘം, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു വെളിപ്പാടകലെ നിന്നുകൊണ്ട് പരിശുദ്ധനായ ആലുവായിലെ അഥാനാസിയോസ് വലിയ തിരുമേനിയുടെ ഓർമ്മ 73ാമത് ദുഃഖറോനോ കൊണ്ടാടുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഒന്നിനെക്കുറിച്ചും പരാതികളില്ല. നിശ്ചയമായിട്ടും പരിശുദ്ധൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന ഇടം ഒരു വെളിപ്പാട് അകലമാണെങ്കിലും അദ്ദേഹം ആ പരിശുദ്ധൻ ജനഹൃദയങ്ങളിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള ബന്ധത്തിൽ, വിശ്വാസത്തിൽ അചഞ്ചലമായി നിലനിൽക്കുന്ന ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലാണ് ജീവിക്കുന്നത്. നാലുകെട്ടുള്ള ഒരു ഖബറിനകത്ത് മാത്രമല്ല എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുണ്യഭൂമിയും, ഞാനൊരു വെളിപ്പാടകലെ എന്ന് സൂചിപ്പിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, പരിശുദ്ധ സിംഹാസനത്തിൽ ഭാഗ്യമോടെ വണരുളിയ കടവിൽ തിരുമേനി മുതൽക്കുള്ള പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ കണ്ണുനീരും അവരുടെ ത്യാഗവും അവരുടെ കഷ്ടപ്പാടും അവർ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അനുഗ്രഹീത മേലധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് സ്തുതിയുവാക്കപ്പെട്ട പരിശുദ്ധ സഭയുടെ വിശ്വാസത്തെ സംരക്ഷിച്ച് നമ്മെ നടത്തിയവരൊക്കെ തന്നെയാണ്. എന്നാൽ അവർ സമ്പാദിച്ചതും അവർ അന്ത്യവിശ്രമം കൊള്ളുന്നതുമായ ഇടങ്ങൾ ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൂടിയും അവർ പകർന്നു തന്ന വിശ്വാസം അതിന്നും ഈ പുതിയ സഹസ്രാബ്ദത്തിലും ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യത്തിലും ജനഹൃദയങ്ങളിലൂടെ ജീവിക്കുമ്പോൾ അവിടെയാണ് പരിശുദ്ധനായ സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷകനായ ആലുവായിലെ വലിയ തിരുമേനിയുടെ മഹത്വം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ പിതാവ് കൈമാറിത്തന്ന, തൻ്റെ മുൻഗാമികളിലൂടെ കൈമാറിത്തന്നതും തൻ്റെ പിൻഗാമികളിലൂടെ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതുമായ വിശ്വാസത്തിൻ്റെ പൈതൃകത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വിനയത്തോടുകൂടി പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി ജാഗരിക്കുന്ന പരിശുദ്ധനായ അഥാനാസിയോസ് വലിയ തിരുമേനിയുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമ്മുടെ വിശ്വാസ വഴികളിൽ, നമ്മുടെ സഭാ
ജീവിതത്തിൽ, നമ്മുടെ കുടുംബ വ്യക്തി ജീവിതത്തിൽ ഒക്കെ നമുക്ക് വലിയ ശക്തിയും സഹായവും അവലംബവുമായി എക്കാലവും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്കമാലി പള്ളിയിൽ വെച്ച് പരിശുദ്ധ പത്രോസ് തൃതീയൻ പത്രീർക്കീസ് ബാവായുടെ സാന്നിധ്യത്തിൽ ഇമ്പമായ സ്വരത്തിൽ 7-ാം വയസ്സിൽ പൗലൂസ് എന്ന ബാലൻ സുറിയാനിയിൽ 5-ാം തുബിതൻ വായിച്ചുകൊണ്ടാണ് അദ്ദേഹം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചതും പരിശുദ്ധ സിംഹാസനത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറ്റപ്പെടുന്ന ആദ്യത്തെ സംഭവം. തുടർന്ന് മഞ്ഞിനിക്കര പഴയ സെമിനാരി എന്നിവിടങ്ങളിൽ പഠനം പൂർത്തിയാക്കി പഴയ സെമിനാരി ജീവിതത്തിൽ പുലിക്കോട്ടിൽ തിരുമേനിയുടെ അരുമശിഷ്യനായാണ് അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്ര പഠനം ആരംഭിക്കുന്നത്. അമ്പാട്ട് മാർ കൂറിലോസ് തിരുമേനിയിൽ നിന്ന് കോറിയോ പട്ടവും കാലാന്തരത്തിങ്കൽ പൗരോഹിത്യവും സ്വീകരിക്കുന്നത് പരിശുദ്ധനായ ചാതുര്യത്തിൽ പരിമല ഖബറടങ്ങിയിരിക്കുന്ന മോർ ഗ്രിഗോറിയോസ് തിരുമേനിയിൽ നിന്നുമാണ്. രോഗം തളർത്തിയ ജീവിതം. അന്ന് പരിശുദ്ധനായ കൊച്ചു തിരുമേനി എൻ്റെ കൊച്ചു പൗലൂസിനെ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് പരിമലയിൽ മദ്ബഹായിൽ പോയി രോഗത്തിന് ശമനം വരുവോളം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെന്ന് വാമൊഴിയായി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ മധ്യസ്ഥതയിലൂടെയാണ് തനിക്ക് സൗഖ്യം ലഭിച്ചത് എന്ന് പരിശുദ്ധനായ പരിമല തിരുമേനി തൻ്റെ ബാല്യത്തിൽ തനിക്ക് വസൂരി രോഗം വന്നപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട് മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞ അതേ സാക്ഷ്യം തന്നെയാണ് പ്രിയപ്പെട്ട പൗലൂസ് റമ്പാച്ചനും തൻ്റെ ജീവിതത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനുണ്ടായിരുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിമല സെമിനാരി സ്ഥാപിക്കുന്നതിൽ, അതിൻ്റെ വളർച്ചയിൽ പരിശുദ്ധനായ ചാതുര്യത്തിൽ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയോടൊപ്പം പ്രവർത്തിച്ചിരുന്നു പൗലൂസ് റമ്പാച്ചൻ. 1909-10 ആണ് അദ്ദേഹം പരിശുദ്ധനാബ്ദേദ് ആലോഹോ പാത്രീർക്കീസ് ബാവായിൽ നിന്നും അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായി സ്ഥാനമേൽക്കുന്നത്. കുറച്ച് വർഷം അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായിരുന്നുവെങ്കിൽ ചരിത്രം പഠിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ സമേതം സഭയുടെ മലങ്കര മെത്രാപ്പോലിത്തയായിരുന്ന സമകാലികൻ പരിശുദ്ധനായ ചാതുര്യത്തിൽ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ, പരിമല തിരുമേനിയുടെ സമകാലികനായ കൊച്ചുപറമ്പിൽ കൂറിലോസ് തിരുമേനിയായിരുന്നു അന്ന് മലങ്കര സഭയുടെ, മലങ്കര മെത്രാപ്പൊലിത്ത ബാവാ കക്ഷിയുടെ, യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടേത്. 1917 അന്നത്തെ മലങ്കര മെത്രാപ്പൊലിത്ത പരിശുദ്ധനായ പൗലൂസ് മോർ കൂറിലോസ് തിരുമേനി കാലം ചെയ്യുമ്പോൾ 1918 അഥാനാസിയോസ് വലിയ തിരുമേനി മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പൊലിത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ളതാണല്ലോ ചരിത്രം. 84 വർഷത്തെ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് ശേഷം 1953 ജനുവരി മാസം 25 അദ്ദേഹം കർത്തൃസന്നിധിയിലേക്ക് യാത്രയായി. അതായത് 73 വർഷം മുമ്പ് ജനുവരി മാസം 25 എന്ന് പറയുമ്പോൾ അതൊരു ഞായറാഴ്ചയായിരുന്നു, 3 നോയമ്പ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിനം എല്ലാ അർത്ഥത്തിലും പരിശുദ്ധനായ തിരുമേനി 73 വർഷം മുമ്പ് കാലം ചെയ്ത ദിനവും, അദ്ദേഹം കബറടക്കപ്പെടുന്നത് 3 നോയമ്പിൻ്റെ ആദ്യത്തെ ദിവസം തിങ്കളാഴ്ച 26-ാം തീയതി ഒരു വെളിപ്പാടകലെയുള്ള
നമ്മുടെ തൃക്കുന്നത്ത് സെമിനാരിയിൽ അടക്കം ചെയ്യപ്പെടുന്നു. വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് പരിശുദ്ധനായ ആലുവായിലെ വലിയ തിരുമേനി മലങ്കര മെത്രാപ്പൊലീത്തയാകുന്നതും സഭാഭരണത്തിൽ മുൻപിൽ നിൽക്കുന്നതും. നമുക്കറിയാം, വട്ടശ്ശേരിൽ മോർ ഗ്രിഗോറിയോസ് മോർ ദിവനാസിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ മലങ്കര സഭയിൽ പരിശുദ്ധ സിംഹാസനത്തിനെതിരെ വലിയ കലാപം രൂപം കൊണ്ട സമയമാണ്. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സത്വബോധം എന്നുള്ള ആശയത്തിൽ കുടുങ്ങിക്കിടന്ന ഒരു വിഭാഗം. ആ സത്വബോധം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കാലത്തും അതിൻ്റെ വിത്തുകൾ പാകുവാൻ ശ്രമിച്ചുവെങ്കിലും പരിശുദ്ധനായ ചത്തുരത്തിൽ മോർ ഗ്രിഗോറിയോസ് തിരുമേനി അതിന് ഒട്ടും തന്നെ ചെവി കൊടുത്തില്ല എന്നുള്ളതും എഴുതപ്പെടാത്ത ഒരു ചരിത്ര യാഥാർത്ഥ്യമായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, 1911 ദിവനാസിയോസ് വട്ടശ്ശേരിയിൽ തിരുമേനിയെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ മുടക്കുന്നു. തുടർന്ന് 1912 മലങ്കര സഭയെ രണ്ടായി കീറി മുറിക്കുന്ന വിഭജനം ഉണ്ടാകുന്നത് ഒരു ബദൽ കാതോലിക്ക സ്ഥാപനത്തിലൂടെയാണ്. ഈ ചരിത്രമൊക്കെ പറയുന്നത് നിങ്ങൾക്കാർക്കും അറിവില്ലാത്ത ചരിത്രമായതുകൊണ്ടൊന്നുമല്ല. ഒരു സഭയുടെ 100 വർഷത്തിലധികമുള്ള ചരിത്രത്തിലെ നാൾവഴികൾ പിന്നിട്ട വഴികളിലെ നമ്മൾ നേരിടേണ്ടി വന്നതായ സാഹചര്യങ്ങൾ, കഷ്ടപ്പാടുകൾ, പീഡനങ്ങൾ, നഷ്ടങ്ങൾ, അതെല്ലാം ഓർത്തെടുത്ത് ആരെയും വികാരം കൊള്ളിക്കുവാനോ ആരോടെങ്കിലും ഉള്ള എതിർപ്പുകൾ കൂടുതൽ വളർത്തുവാനോ അല്ലെങ്കിൽ വിദ്വേഷം പരത്തുവാനോ ഒന്നുമല്ല. എന്നാൽ ചരിത്രം ഏത് കാലത്തും ചരിത്രമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, വട്ടശ്ശേരി തിരുമേനിയുടെ നേതൃത്വത്തിൽ മറുവിഭാഗത്തിന് വലിയ വിജയം നേടുവാൻ സാധിച്ചു. വ്യവഹാരങ്ങളിൽ വിജയം നേടുകയും അതുപോലെ തന്നെ സമ്പന്നമായ ഒരു വിഭാഗം, സ്വാധീനമുള്ള ഒരു വിഭാഗം, അച്ചടി മാധ്യമങ്ങളിലൂടെയും വലിയ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്ന ഒരു വിഭാഗം വട്ടശ്ശേരി തിരുമേനിയോടൊപ്പം നിലയുറപ്പിച്ചു എന്നുള്ളത് എത്രമാത്രം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസന ഭക്തരായ വിശ്വാസി സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ മാത്രം അറിയാവുന്ന, ആ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയിൽ മാത്രം അഭയപ്പെട്ടുകൊണ്ട് സഭയെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ, സേവനത്തിൻ്റെ ഭാഷയിൽ, വിനയത്തിൻ്റെ സ്വഭാവത്തിൽ നേതൃത്വം കൊടുത്ത, ശുശ്രൂഷിച്ച ഒരു പുണ്യപ്പെട്ട പിതാവായിരുന്നു ആലുവായിലെ അഥാനാസിയോസ് വലിയ തിരുമേനി. പ്രിയമുള്ളവരെ, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവുമായുള്ള മലങ്കര സഭയുടെ ബന്ധം എല്ലാ അർത്ഥത്തിലും വെട്ടിമുറിക്കുവാൻ പരമാവധി പരിശ്രമിച്ച ഒരു കാലം. അവിടെ നിന്ന് നമ്മൾ നോക്കിക്കാണണം, എന്തുകൊണ്ടാണ് വലിയ തിരുമേനിയെ സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷകൻ എന്ന് പരിശുദ്ധനായ ഇഗ്നാത്തിയോസ് അപ്രയം ഒന്നാമൻ പാത്രിയർക്കീസ് ബാവ നാമകരണം ചെയ്തത് എന്നുള്ളതിൻ്റെ പൊരുളിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുന്നത്. കർത്താവിൽ ആ ദൗത്യം പ്രത്യാശ വെച്ചുകൊണ്ട് ഏറ്റെടുക്കുമ്പോൾ പരിശുദ്ധ സഭയുടെ നൗകയുടെ കപ്പിത്താനായി താൻ ചുമതലയേൽക്കുമ്പോൾ ഉടഞ്ഞു പോകാമായിരുന്ന ഒരു നൗകയ്ക്ക് ഒരു വലിയ കപ്പിത്താനെ ലഭിച്ചു എന്നുള്ളത് സഭയുടെ മഹാഭാഗ്യമാണ്. എന്നാൽ ആ ദൗത്യം
നിറവേറ്റുവാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുമ്പോൾ മുങ്ങുന്ന കപ്പലിൻ്റെ കപ്പിത്താനാകാനാണ് അന്ന് സഭ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എന്ന് മറുവിഭാഗം ആക്ഷേപസൂചകമായി പറയുമായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ സഭ വന്നു നിൽക്കുന്ന കാലഘട്ടവും ആലുവായിലെ വലിയ തിരുമേനിയുടെ സുദീർഘമായിട്ടുള്ള അജപാലന ദൗത്യ നിർവഹണത്തിൽ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുള്ളതായ പരിഹാസം, പീഡനം, കഷ്ടപ്പാട്, ദുരിതം, ഇതെല്ലാം നമ്മുടെ ചിന്തയിൽ നമുക്ക് ഒരു വിശുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഏറ്റവും പര്യാപ്തമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പരിശുദ്ധനായ തിരുമേനിക്ക് സഭയെക്കുറിച്ചുള്ളതായ വലിയ കരുതലിൻ്റെ ഒരു ഭാഗമായിരുന്നു യുവതലമുറയെക്കുറിച്ചുള്ളതായ കരുതൽ. നമുക്കെല്ലാം അറിയാം, പരിശുദ്ധ സഭ ഇന്ന് ഇത്രമേൽ വളരുന്നതിനും പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസം ഇത്രമേൽ പ്രോജ്വലിക്കുന്നതിനുമൊക്കെ കാരണഭൂതമായത് ഒരു പരിധിവരെ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ ഒരു സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെ അവരെ വിശ്വാസവും ആരാധനയും സഭയുടെ എല്ലാ നിയമങ്ങളും അതോടൊപ്പം തന്നെ പള്ളികളോട് ചേർന്ന് ധാർമ്മിക വിദ്യാലയങ്ങൾ ഉണ്ടാകണമെന്നുള്ള തൻ്റെ മുൻഗാമികളുടെ ആശയം പരിമല തിരുമേനിയുടെയും അതുപോലെ തന്നെ കൊച്ചുപറമ്പിൽ കുറിലോസ് തിരുമേനിയും ഒക്കെ തുടങ്ങി വെച്ചതായ ആ പള്ളിക്കൂടം എന്നുള്ള കൺസെപ്റ്റും അതുപോലെ തന്നെ അതിനെ സൺഡേ സ്കൂൾ എന്ന നാമകരണം ചെയ്തുകൊണ്ട് പ്രായോഗിക തലത്തിലേക്ക് സമന്വയിപ്പിച്ചു എന്നുള്ളതാണ് വലിയ തിരുമേനിയെ വ്യതിരക്തനാക്കി തീർക്കുന്നത്. 1919 സെപ്റ്റംബർ മാസം 26 പിറവം പള്ളിയിൽ വെച്ച് MSSA മലങ്കര സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ എന്ന പ്രസ്ഥാനത്തിന് ആലുവായിലെ വലിയ തിരുമേനി രൂപം കൊടുത്തു എന്നുള്ളത് ചരിത്രം. സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ പഠനം കഴിഞ്ഞ് വീണ്ടും കലാലയങ്ങളിലേക്ക് അവർ പോകുമ്പോൾ യുവാക്കളെ എങ്ങനെ പരിശുദ്ധ സഭയോട് ചേർത്ത് നിർത്താം എന്നുള്ള ആശയത്തിൽ നിന്നുമാണ് പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് കൊച്ചു തിരുമേനിയുടെ നാമത്തിൽ മലങ്കര സഭയിൽ മോർ ഗ്രിഗോറിയോസ് സ്റ്റുഡൻറ്റ് അസോസിയേഷൻ എന്ന രീതിയിൽ MGSA എന്ന പ്രസ്ഥാനം അന്ന് പരിശുദ്ധനായ വലിയ തിരുമേനി രൂപീകരിച്ചു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ക്രാന്തദർശിത്വത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അപ്രകാരം വളർന്നു വരുന്ന തലമുറയ്ക്ക് ആവശ്യമായ വിധത്തിൽ സഭാ വിദ്യാഭ്യാസത്തെ ചിട്ടപ്പെടുത്തുവാനും യുവാക്കളെ സഭാ പ്രസ്ഥാനങ്ങളിലൂടെ സഭയോട് ചേർത്ത് നിർത്തുവാനും പരിശുദ്ധനായ ആലുവായിലെ വലിയ തിരുമേനിക്ക് ഈ രണ്ട് പ്രസ്ഥാനങ്ങളിലൂടെയും സഭയ്ക്ക് അത് പ്രയോജനകരമായി ഭവിക്കുവാനും വേണ്ടി ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ, വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുന്നതിൽ പ്രാധാന്യമുള്ളതാണെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം അതിനെ കൂടുതൽ ശ്രദ്ധ ചെലുത്തി എന്നുള്ളതും ഇന്ന് നമുക്ക് ചേർത്ത് വായിക്കുമ്പോൾ ആ വലിയ തിരുമേനിയുടെ മഹത്തരമായ ദർശനം പിന്നീടുള്ള സഭയുടെ വളർച്ചയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്ന് നമുക്ക് അറിയുവാനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു കൃത്യമായ ചട്ടക്കൂടിലൂടെ സഭാ സംവിധാനം മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധനായ തിരുമേനി ആഗ്രഹിച്ചിരുന്നു. തൻ്റെ സ്വന്തം ഭദ്രാസനം അങ്കമാലി ഭദ്രാസനത്തിൽ ദേവാലയങ്ങൾക്കും വൈദികർക്കുമായി പൊതുവായി ചില ചട്ടങ്ങളും നടപടികളും രൂപപ്പെടുത്തുവാൻ പരിശുദ്ധനായ ബാവ തിരുമേനി ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ആസ്ഥാനമായ തൃക്കുന്നത്ത് സെമിനാരിയിൽ തന്നെ വൈദികർക്ക് വേണ്ടുന്ന പരിശീലന പരിപാടികൾ അന്നത്തെ കാലത്തും വലിയ തിരുമേനി തുടങ്ങിവെച്ചു എന്നുള്ളത് അദ്ദേഹത്തെ പ്രത്യേകം നമ്മൾ സ്മരിക്കേണ്ടുന്നതാണ്. ആധുനിക നിലയിലുള്ള വൈദിക വിദ്യാഭ്യാസം, തിയോളജിക്കൽ സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷൻ വൈദികർക്ക് വേണമെന്നുള്ള ആശയം ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നതും ആലുവായിലെ വലിയ തിരുമേനി ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സുറിയാനിയും ആരാധനയും കുർബാനയും കൂദാശകളും മാത്രം മതിയായിരുന്നു ഒരു കാലത്ത് വൈദിക വിദ്യാഭ്യാസത്തിന്.
എന്നാൽ മാറുന്ന കാലഘട്ടത്തിൽ മറ്റ് സഭകളിലെല്ലാം ഉണ്ടായിരുന്ന മാറ്റത്തെ പിൻപറ്റിക്കൊണ്ട് പരിശുദ്ധ സഭയിലും സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷൻ വേണമെന്നുള്ള വലിയ ചിന്ത വലിയ തിരുമേനിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആരാധനാ കാര്യങ്ങളിലെ ഏകീകരണം സംബന്ധിച്ചുള്ള ശ്രദ്ധാപൂർവമായ നിർദ്ദേശങ്ങൾ വലിയ തിരുമേനി അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ചുമതലയിരിക്കുമ്പോൾ മുതൽക്കും മലങ്കര മെത്രാപ്പോലീത്തയായ ചുമതലയേറ്റ കാലങ്ങളിലൊക്കെ അദ്ദേഹം അതിൻ്റെ നടപടികൾ ആരംഭിച്ചിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, പുരോഹിതന്മാർക്ക് പുരോഹിതരാകുവാൻ മിനിമം വിദ്യാഭ്യാസം, മിനിമം ക്വാളിഫിക്കേഷൻ നിർദ്ദേശിച്ചിരുന്ന ഒരു കാലമായിരുന്നു വലിയ തിരുമേനിയുടെ കാലം. ഞാൻ ഓർക്കുന്നുണ്ട്, നടാപ്പടിയിൽ വന്നിയ ജോസഫ് അച്ഛൻ, അദ്ദേഹം വലിയ തിരുമേനിയുടെ വാത്സല്യ ശിഷ്യനാണ്. എത്രയോ വർഷങ്ങൾ കരിങ്ങാശ്ശേരി പള്ളിയിൽ വന്ന് ദൈർഘ്യമേറിയ കാലം വലിയ തിരുമേനി കൊച്ചി ഭദ്രാസനത്തിന് മെത്രാപ്പോലീത്തയായും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും എൻ്റെ ബന്ധു കൂടിയായ ജോസഫ് അച്ഛനുമായി വലിയ തിരുമേനി സംഭാഷണം ഏർപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ പറ്റില്ല. പല കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഒരു കാര്യം വൈദികരുടെ എഡ്യൂക്കേഷൻ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വലിയ തിരുമേനിക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു. പുരോഹിതനാകുവാൻ വരുന്ന വ്യക്തിക്ക് ഇത്ര പറക്കണ്ടം കൃഷി ചെയ്യാനുണ്ടായിരിക്കണം നിർബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പട്ടമേൽക്കാൻ വരുന്ന ആളുടെ അപ്പൻ്റെയോ അമ്മയുടെയോ പേരിൽ ആധാരം കണ്ട് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ പട്ടം കൊടുക്കുമായിരുന്നുള്ളൂ. ഇന്നത്തെ കണ്ടവും കൃഷിയല്ല കേട്ടോ, അന്നത്തെ കണ്ടവും കൃഷിയുമൊക്കെ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അന്നത്തെ കാലത്ത് കൃഷിയായിരുന്നു നമ്മുടെ ആളുകളുടെ ഉപജീവന മാർഗമെന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് അറിയാവുന്ന ഒരു വൈദികന് ഇത്രയും പറക്കണ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം വളരെ വിദഗ്ധനായ നല്ല കഴിവുള്ള ഒരു കാൻഡിഡേറ്റുമായിരുന്നു. അവിടെ ഈ നടാപ്പഴി അച്ഛനാണ് അദ്ദേഹത്തിന് ഇത്ര പറക്കണ്ടം കൃഷി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുള്ള ഡോക്യുമെൻറ്റ് അച്ഛന് വേണ്ടിയിട്ട് ജാമ്യം നിന്ന് ആ കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിറവേറ്റിയത് എന്ന് നടാപ്പള്ളിയിൽ ജോസഫ് അച്ഛൻ, വന്യനായ ദിവംഗതനായ ജോസഫ് അച്ഛനോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. ഇതെല്ലാം ഒരു സഭയുടെ ഓരോ കാര്യങ്ങൾക്കും കൊടുക്കേണ്ടുന്നതായ അല്ലെങ്കിൽ പുലർത്തേണ്ടുന്നതായ ഓരോ സംഗതികളും വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ കാണുകയും അതിനെ പ്രാർത്ഥനാപൂർവം അതിനെ സ്വീകരിക്കും, അത് ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് വലിയ തിരുമേനി വളരെ ശ്രദ്ധയുള്ള ഒരാളായിരുന്നു. സഭ സ്വയം പര്യാപ്തമായിരിക്കണമെന്നുള്ള ഒരു ദർശനം ബാബ തിരുമേനിക്കുണ്ടായിരുന്നു. ആലുവായിൽ ഇവിടെ ഇത്രയും ആളുകൾ പല ഇടങ്ങളിൽ വന്ന് താമസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതെല്ലാം വലിയ തിരുമേനിയുടെ ഒരു ഇനീഷ്യേറ്റീവാണ്. നമുക്കറിയാം, ധാരാളം ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കും. ഒരു കോളനി, ഒരു സിറിയൻ ക്രിസ്ത്യൻ കോളനി എന്നുള്ള കൺസെപ്റ്റ് അന്നത്തെ കാലത്ത് വലിയ തിരുമേനിക്കുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഈ വലിയ ഭൂമി ഉള്ള ഈ സെമിനാരി കോമ്പൗണ്ടിൽ കൃഷിയും വൃക്ഷങ്ങളുടെ പരിപാലനവുമൊക്കെ എത്രമാത്രം ശ്രദ്ധയോടുകൂടി നടത്തി എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഒരു പരിസ്ഥിതി ദൈവശാസ്ത്രജ്ഞൻ്റെ എല്ലാ പരിവേഷവും സ്വഭാവവും ഒത്തുചേരുന്ന ഒരു വിശുദ്ധ ജീവിതം നയിച്ച പുണ്യവാനായിരുന്നു ആലുവായിലെ വലിയ തിരുമേനി. ദേവാലയങ്ങളും സെമിനാരികളുമെല്ലാം സ്വയം പര്യാപ്തമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ എന്നും ഈ പിരിവിൻ്റെ അനൗൺസ്മെൻറ്റും ഒക്കെയായിട്ട് നടക്കുകയല്ല വേണ്ടത്. ഓരോ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ദേവാലയങ്ങളും ഒക്കെ സ്വയം പര്യാപ്തമാകുന്ന വിധത്തിൽ വളരണമെന്ന് തിരുമേനി ആഗ്രഹിച്ചിരുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ ഇടവകകളോടും സെമിനാരികളോടും ചേർന്ന് തുടങ്ങുന്നതിനെ തിരുമേനി പ്രോത്സാഹിപ്പിച്ചിരുന്നു.
പട്ടക്കാരിലൂടെ ഇടവക പൊതുയോഗങ്ങൾക്ക് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനും അദ്ദേഹത്തെ നിർബന്ധിച്ചത് ഇടവകകളും പ്രസ്ഥാനങ്ങളും സ്വയം പര്യാപ്തമാകണമെന്നുള്ള ഒരു ചിന്തയിലാണ്. പല ദൈവാലയങ്ങളിലും അത് വിജയം വരിച്ചു എന്നുള്ളത് പിന്നീടുള്ള കാലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്നത്തെ കാലത്ത് ആധുനിക കാലത്തിനൊത്തവണ്ണം സഭാംഗങ്ങൾ സജ്ജരാകണമെന്നുള്ള നിലയിൽ ടെക്നിക്കൽ കോളേജസ് അതിൻ്റെ ആവശ്യകത പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വളരെ പ്രമാദമായിരുന്ന രീതിയിൽ, വളരെ പ്രസിദ്ധമായിരുന്ന രീതിയിലുള്ളതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയുള്ളതായ സ്ഥാപനങ്ങൾ ഉണ്ടാകണമെന്നുള്ള വലിയ ഒരു ചിന്ത പരിശുദ്ധനായ വലിയ തിരുമേനിക്കുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് അദ്ദേഹം പലരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കാലാന്തരത്തിൽ പല കോളേജുകളുടെ സ്ഥാപനവും അതിൽ പരിശുദ്ധനായ തിരുമേനിയുടെ നാമധേയത്തിൽ ആലുവ കോതമംഗലത്തെ മാർ അത്തനേഷ്യസ് കോളേജ് തുടങ്ങുന്നതിന് അതിന് വിത്ത് പാകിയത്, ചിന്തയ്ക്ക് വിത്ത് പാകിയത് യഥാർത്ഥത്തിൽ ആലുവയിലെ വലിയ തിരുമേനിയുടെ ഉപദേശത്തിലും പ്രബോധനത്തിലുമാണ് എന്നുള്ളതും ഇന്നത്തെ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജുകളുടെ കേരളത്തിൽ ഏറ്റവും പ്രൗഢിയോടെ നിൽക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ പിന്നിൽ അതിൻ്റെ ചിന്തയും അതിൻ്റെ വേണ്ടി പ്രോത്സാഹനവും കൊടുത്തത് ആലുവയിലെ വലിയ തിരുമേനിയായിരുന്നു. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ വിട്ടുള്ള ഒരു ഒത്തുതീർപ്പിനും സന്നദ്ധനായിരുന്നില്ല പരിശുദ്ധനായ തിരുമേനി. മറുഭാഗത്തിൻ്റെ നിരന്തരമായ എതിർപ്പുകൾ, അവഹേളനങ്ങൾ, ഇതൊക്കെ തന്നെ ആലുവയിലെ വലിയ തിരുമേനിയെ സിംഹാസനത്തിൻ്റെ ആ ആത്മീയ ചൈതന്യത്തിൽ നിന്നും മേലധ്യക്ഷതയിൽ നിന്നും അകറ്റുവാൻ പര്യാപ്തമായിരുന്നില്ല. മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം ഏറ്റെടുത്തതായ ആ നാൾ മുതൽക്ക് കേസുകളുടെ ഒരു വലിയ ലോകത്തിലേക്ക് തന്നെയാണ് ആലുവയിലെ വലിയ തിരുമേനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ സഭയെ ഏറ്റവും കൂടുതൽ ക്ഷീണിപ്പിച്ചിട്ടുള്ളത് വ്യവഹാരങ്ങളാണ്. വ്യവഹാരങ്ങളുടെ ഒരു വലിയ പരമ്പര. ഈ കാലം അത്രയും അദ്ദേഹത്തിന് വ്യവഹാരത്തിന് വേണ്ടി നിൽക്കേണ്ടി വന്നു എന്നുള്ളത് വേദനയോടുകൂടി മാത്രമാണ് തിരുമേനിക്ക് ഓർത്തെടുക്കുവാൻ സാധിക്കുന്നത്. സഭ പല കേസുകളും വലിയ തിരുമേനിയെ വാദിയാക്കിക്കൊണ്ട് രജിസ്റ്റർ ചെയ്തെങ്കിലും അതിനോടൊന്നും സമരസപ്പെടുവാൻ തിരുമേനി അത്ര തയ്യാറൊന്നുമായിരുന്നില്ല. വ്യവഹാരത്തെ അദ്ദേഹം ദൈവികമായി കാണാത്തതിനാലും അദ്ദേഹം കോടതികളിലേക്ക് പോകുന്നതിനും ഒട്ടും താല്പര്യം കാണിച്ചിരുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ വ്യവഹാരം മറുവിഭാഗം കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകാതെ തരമില്ലല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാവ തിരുമേനി, അദ്ദേഹത്തിനെതിരെ നൂറുകണക്കിന് കേസുകൾ മറുവിഭാഗം കൊടുത്തിട്ടുള്ളതും ഒരു കേസ് പോലും അദ്ദേഹം മറുവിഭാഗത്തിനെതിരെ കൊടുത്തിട്ടില്ല എന്നുമൊക്കെ ബാവ തിരുമേനി എത്രയോ പ്രസംഗങ്ങൾ നടത്തിയിരിക്കുന്നു. അന്ന് അദ്ദേഹം പറയുമായിരുന്നു, ഒരു കേസും കൊടുക്കാതെ നമ്മുടെ കർത്താവ് ഒരു കുറ്റക്കാരനായി പിലാത്തോസിൻ്റെ മുമ്പാകെ, കോടതിയുടെ മുമ്പാകെ നിൽക്കുന്നതുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ബാവായുടെ പ്രസിദ്ധമായ പല പ്രസംഗങ്ങളും സാന്ദർഭികമായി ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ ഉള്ളിൽ നിന്നും ഈ ദൃശ്യകാര്യങ്ങളിൽ തിരുമേനിയോട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് എതിർപ്പുകൾ ഉണ്ടാക്കുവാൻ മറുവിഭാഗം കേസുകൾ വളരെ ശക്തമായി കൊടുത്ത് മുന്നേറുമ്പോൾ, നമുക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അതേ തലത്തിൽ തന്നെ ശക്തമായി കേസുകൾ നടത്തണം, അതിനുവേണ്ടി കേസുകൾ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ചില അസത്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വരും എന്നൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോൾ പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി പറഞ്ഞത് തന്നെയാണ് ആലുവയിലെ വലിയ തിരുമേനിയും പറഞ്ഞത്. ഞാൻ സത്യം മാത്രമേ പറയൂ. ഒരു കോടതി വിധിയുടെ ആനുകൂല്യത്തിൽ എന്തെങ്കിലും ലഭിക്കുന്നതിന് വേണ്ടി അസത്യം പറയില്ല എന്ന് പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെ തന്നെ വലിയ തിരുമേനിയും ഉറച്ച് വിശ്വസിച്ചിരുന്നു. കാലം ചെയ്ത
ഭാഗ്യസ്മരണാർഹനായ ജ്ഞാനായ അതിഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായിരുന്ന ക്ലിമീസ് തിരുമേനിയുടെ ഒരു അനുസ്മരണ കുറിപ്പ് സാന്ദർഭികമായി സഭാചന്ദ്രികയിൽ വായിക്കുവാനിടയായി. ഒത്തിരി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 3 വർഷം UC കോളേജിൽ പഠിക്കുന്നതിന് വേണ്ടി തിരുമേനിയുടെ അപ്പൻ, ക്ലിമീസ് തിരുമേനിയുടെ അപ്പൻ വലിയ പ്രാഭവമുള്ള ആളാണ്. അദ്ദേഹം കൊണ്ടുവിട്ടത് നമ്മുടെ വലിയ തിരുമേനിയുടെ അടുക്കലാണ്. ആ 3 വർഷത്തെ തൃക്കുന്നത്ത് സെമിനാരിയിലെ ജീവിതം പരിശുദ്ധനായ വലിയ തിരുമേനിയുടെ ജീവിത വഴികളിലൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും നൊയമ്പും ഉപവാസവും ഒക്കെ കണ്ട് ജീവിതത്തിൻ്റെ വലിയ പരിവർത്തനം വരുത്തിയ ഒരു പിതാവായിരുന്നു ക്ലിമീസ് തിരുമേനി. ക്ലിമീസ് തിരുമേനി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, കേസുകളുടെ വലിയ ഒരു കൂമ്പാരം, പണമില്ല, വലിയ ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. അദ്ദേഹം കോട്ടയത്ത് സിംഹാസന പള്ളിയിൽ വലിയ തിരുമേനി കുർബാന ചൊല്ലുന്നു. അന്ന് കുർബാന മധ്യേ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, മക്കളെ, കേസുകൾ ധാരാളമാണ്, പണം വേണം, തരണമെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ വാക്കുകൾ ഇടറി, തൊണ്ടയിടറി. കാരണം വ്യവഹാരങ്ങൾ നടക്കുന്നതിനോടോ മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. പക്ഷേ വ്യവഹാരവുമായി മുന്നോട്ട് പോകുവാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. തൊണ്ടയിടറിക്കൊണ്ട് അദ്ദേഹം അവിടെ വ്യവഹാരങ്ങളുണ്ട്, പണം വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പള്ളിയിൽ കഴിഞ്ഞ് എല്ലാവരും ഒത്തുകൂടി അവർക്കുണ്ടായിരുന്ന എല്ലാം സമൃദ്ധമായി വലിയ തിരുമേനിക്ക് കൊടുത്ത് തിരുമേനിയെ സന്തോഷിപ്പിച്ചു എന്നുള്ളത് ക്ലിമീസ് തിരുമേനി ഓർത്തെടുത്തത് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ക്രൈസ്തവ ധാർമ്മികതയിൽ നിന്ന്, ക്രിസ്തു പഠിപ്പിച്ച മൂല്യങ്ങളിൽ നിന്ന്, താൻ വിശ്വസിച്ച വിശ്വാസത്തിൽ നിന്ന്, താൻ ആരാധിക്കുന്ന ദൈവത്തിൽ നിന്ന്, താൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൽ നിന്ന്, ആ സുവിശേഷത്തിൻ്റെ സത്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുവാൻ പരിശുദ്ധനായ വലിയ തിരുമേനി സന്നദ്ധനായിരുന്നില്ല. അതാണ് അദ്ദേഹത്തെ ഒരു വിശുദ്ധിയുടെ ഉന്നതിയിലേക്ക് പരിശുദ്ധനായ തിരുമേനിയെ വളർത്തിയിട്ടുള്ളതും നയിച്ചിട്ടുള്ളതുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പരിശുദ്ധനായ ഏലിയാസിരിയൻ പാത്രീർക്കീസ് ബാവായോടൊപ്പമുള്ള സഭാ സമാധാന ശ്രമങ്ങൾക്ക് ആലുവായിലെ വലിയ തിരുമേനി രാപ്പകൽ അധ്വാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പല ഓർമ്മപ്പെടുത്തലുകളും കഥകളും ഒക്കെയുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ബാവായുടെ ആകസ്മികമായ വേർപാടിനെ മുതലെടുക്കുവാൻ അന്നും മറുവിഭാഗം നടത്തിയ ശ്രമങ്ങൾ എന്താണെന്ന് സഭാചരിത്രത്തിലുണ്ട്. മഞ്ഞിനിക്കര ഖബറടങ്ങിയ ബാവായുടെ മൃതശരീരം അവിടെ നിന്നും കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ളതായ വലിയ ശ്രമങ്ങൾ സ്വാധീനത്തോടുകൂടി നടത്തുകയുണ്ടായി. അതന്ന് തടയുന്നതിൽ അവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളും അവിടെയുള്ള ഏതാനും വരുന്ന വിശ്വാസി സമൂഹവും അന്ന് വലിയ തിരുമേനിയാണ് ആ ഒരു മധ്യത്തിൽ അതിശക്തമായി നിലകൊണ്ട് പരിശുദ്ധനായ ബാവായുടെ മൃതശരീരം അവിടെ നിന്ന് വിട്ടുകൊടുക്കാതിരിക്കുവാൻ ശ്രദ്ധേയമായ നീക്കങ്ങൾ നടത്തിയത് എന്നുള്ളതും ഈ സമയത്ത് നമ്മൾ ഓർത്തെടുക്കേണ്ടതാണ്. കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ അധിപനായിരുന്ന, ഒപ്പം നിന്ന ഒരാളായിരുന്നു ഔഗേൻ തിരുമേനി. പിന്നീട് ബസേലിയോസ് ഔഗേൻ കത്തോലിക്കയായി വാഴിക്കപ്പെടുന്നു. അദ്ദേഹം സിംഹാസനത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ, മെത്രാപ്പോലിത്തയായിരുന്നപ്പോൾ തള്ളിപ്പറഞ്ഞപ്പോൾ ഉണ്ടായ പ്രതിസന്ധി ആലുവായിലെ വലിയ തിരുമേനിയെ വല്ലാതെ തളർത്തിയിരുന്നു. കാരണം വർഷങ്ങളോളം പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അടുത്ത് പോയി താമസിച്ച് പഠിച്ച് പരിശുദ്ധ സഭയുടെ ഏറ്റവും ശ്രദ്ധേയമായ വക്താവായി മാറിയ ഒരാളായിരുന്നു ഔഗേൻ മോർ തിമോത്തിയോസ് തിരുമേനി. ആരെല്ലാം ഉപേക്ഷിച്ചാലും താൻ തൻ്റെ സത്യവിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തിൽ നിന്നും എതിരാളികൾ പല പ്രാവശ്യം അദ്ദേഹത്തെ ആ നിലകളിൽ അദ്ദേഹത്തെ മാറ്റിയെടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും തിരുമേനി പരിശുദ്ധ സഭയുടെ
സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷകനായി തന്നെ തുടരുകയാണ് ഉണ്ടായത്. പരിശുദ്ധനായ ഇഗ്നാത്യോസ് സപ്രേം ഒന്നാമൻ ബാവായുടെ ഏറ്റവും അടുത്തറിയുന്ന ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു നമ്മുടെ വലിയ തിരുമേനി. ഞാൻ വായിച്ചിട്ടുണ്ട്, അഫ്രേം ഒന്നാമൻ പാത്രീർക്കീസ് ബാവായുടെ കിടപ്പുമുറിയിൽ ഇരിക്കുന്ന ചിത്രങ്ങളിൽ ഒരു മെത്രാപ്പോലീത്തയുടെ ചിത്രം മാത്രമേ ഉള്ളൂ. ആ ചിത്രം മറ്റാരുടേതുമല്ല, ആലുവയിലെ വലിയ തിരുമേനിയുടെ ചിത്രമാണ് ജീവിച്ചിരുന്നപ്പോൾ. പരിശുദ്ധനായ ഇഗ്നാത്യോസ് സപ്രേം പാത്രീർക്കീസ് ബാവ പറഞ്ഞിട്ടുണ്ട്, അന്ത്യോഖ്യായുടെ അധികാരത്തിൻ്റെ പകുതി എൻ്റെ സഹോദരനായ ആലുവയിലെ വലിയ തിരുമേനിക്ക് വിട്ടുകൊടുക്കുവാൻ പോലും ഞാൻ തയ്യാറാണ് എന്ന് പല പ്രാവശ്യം പരിശുദ്ധനായ ഇഗ്നാത്യോസ് അഫ്രേം ഒന്നാമൻ പാത്രീർക്കീസ് ബാവ പറഞ്ഞിട്ടുള്ളതായും ഞാൻ വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. അത്രമാത്രം പരിശുദ്ധ സിംഹാസനത്തെ ജീവശ്വാസമായി തൻ്റെ അന്ത്യനാളോളം കാത്തു സൂക്ഷിച്ച ഒരു പരിശുദ്ധനായിരുന്നു ആലുവയിലെ വലിയ തിരുമേനി. സഭയോട് ചേർന്ന് നിന്ന് സഭയിൽ നിന്നെല്ലാം കൈപ്പറ്റി അവസാനം സഭയെ വലിയ അപകടത്തിലാക്കി, സഭയെ തള്ളിപ്പറഞ്ഞ് വേദനിപ്പിച്ച എത്രയോ സ്ഥാനികൾ നമുക്ക് മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്ക് അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. മെത്രാപ്പോലീത്തയായി ജീവിക്കുമ്പോഴും സഭയുടെ പരമമായ സാരഥ്യം കൈയാളുമ്പോഴും തൻ്റെ ഡേറ ജീവിതത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആലുവയിലെ വലിയ തിരുമേനി ശ്രമിച്ചിട്ടുള്ളത്. യാമപ്രാർത്ഥനകൾ, അദ്ദേഹം കാണിച്ചിരുന്ന നിഷ്ഠകൾ. ഞാനൊക്കെ പ്രാർത്ഥനയുടെ സമയത്ത് വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ വിസിറ്റേഴ്സിനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അച്ഛനോട് പോയി പ്രാർത്ഥന തുടങ്ങിക്കോളാൻ പറയും. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ മുറിയിൽ പ്രാർത്ഥിക്കും. വിട്ടുവീഴ്ചയില്ലാതെ യാമപ്രാർത്ഥനകൾ കൃത്യമായി നടത്തിയിരുന്ന ഒരു പിതാവായിരുന്നു ആലുവയിലെ വലിയ തിരുമേനി. ചിട്ടയോടുകൂടി സ്പിരിച്വൽ ലൈഫ് ക്രമപ്പെടുത്തുന്നത് പരിശുദ്ധനായ കൊച്ചു തിരുമേനിയോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ശിക്ഷണമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ അദ്ദേഹം എത്രമേൽ ഒരുങ്ങിയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന വൈദികർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു കാര്യവും കൂടി ഞാനിവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മെത്രാപ്പോലീത്താമാരുടെ സമ്പത്ത് സഭ നൽകിയതാണെന്നും അത് സഭയുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ ചെലവഴിക്കാവൂ എന്നുമായിരുന്നു പരിശുദ്ധനായ വലിയ തിരുമേനിയുടെ നിലപാട്. ഒരു ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഒരു യുവതിയുടെ വിവാഹത്തിന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു അപേക്ഷ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി വലിയ തിരുമേനിയുടെ. അപ്പം വലിയ തിരുമേനി ഒരു സ്വർണത്തിൻ്റെ ഒരു താലി മാത്രം കൊടുത്തു. എന്നിട്ട് ആ സമ്മാനം നൽകിയിട്ട് തിരുമേനി പറയണ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. അത് അവസാനം ദൈവാലയത്തിലേക്ക് തന്നെ എത്തിച്ചേരും. ശരിയല്ലേ? ബന്ധുവിൻ്റെ വിവാഹത്തിൻ്റെ സഹായം ചോദിച്ചപ്പോൾ ഒരു സ്വർണത്തിൻ്റെ താലി സമ്മാനമായി കൊടുത്തിട്ട് പറയുന്നു, മരിച്ചു കഴിയുമ്പോൾ ആ താലി ഭണ്ഡാരത്തിലല്ലേ വീഴുന്നതെന്ന്. അത്രമേൽ സഭയുടെ സ്വത്തുക്കൾ അത് സഭയ്ക്ക്, ഇടവകയ്ക്ക്, ഭദ്രാസനത്തിന് തന്നെ വന്നു ചേരണം, മറിച്ചുള്ളതൊന്നും ശരിയല്ല എന്ന് വിശ്വസിച്ച ഒരു പരിശുദ്ധൻ. അങ്ങനെ ജീവിതത്തിൻ്റെ നിലപാടുകൾ തൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉടനീളം ദർശിക്കുവാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധ പത്രോസ് നാലാമൻ പാത്രീർക്കീസ് ബാവ മുതൽ അഫ്രേം ഒന്നാമൻ പാത്രീർക്കീസ് ബാവയുടെ പിതാക്കന്മാരോടൊപ്പം നടക്കുകയും അവരിലൂടെ പരിശുദ്ധ സിംഹാസനത്തോടെ എന്നും കൂറും വിധേയത്വവും ഭയഭക്തിയും കാണിച്ചതിനാൽ പരിശുദ്ധ സിംഹാസനത്തിന് എന്നും പ്രിയപ്പെട്ട വ്യക്തിയായി ആലുവയിലെ വലിയ തിരുമേനി നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധനായ ഗ്രിഗോറിയോസ് തിരുമേനി, ചാതുരത്തിൽ തിരുമേനിയും, കുറിലോസ് തിരുമേനിയും, അത്തനാസിയോസ് തിരുമേനിയും, ഈ ഒരു ത്രിത്വം, ഈ ഒരു ത്രയം വാസ്തവത്തിൽ സഭയുടെ
അതിശ്രേഷ്ഠമായ ഒരു കാലഘട്ടത്തിൽ ദൈവം ഉയർത്തിയ 3 പരിശുദ്ധ പിതാക്കന്മാരാണ് പ്രിയമുള്ളവരെ. വിശ്വാസ സംരക്ഷകൻ എന്ന ആലുവായിലെ വലിയ തിരുമേനിയുടെ ആ സംരക്ഷണം, വിശ്വാസം എന്നുള്ളത് നമ്മൾ സംരക്ഷിക്കുവാൻ കൂടി ഉത്തരവാദപ്പെട്ടവരാണ്. വിശ്വാസം എന്നുള്ളത് പാരമ്പര്യം മാത്രമായി നമ്മൾ കാണുകയല്ല വേണ്ടത്. അത് പാരമ്പര്യമാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല വേണ്ടത്. വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് പരിശുദ്ധനായ തിരുമേനി നമ്മോട് പറയുന്നത്. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. കുറച്ച് പേരൊക്കെ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്കുള്ള ഒരു സൂചനയാണ്. ഉറങ്ങുന്നത് തെറ്റല്ല. എനിക്ക് ഉറക്കം ഈയിടെയായിട്ട് ഒട്ടുമില്ല. കഴിഞ്ഞ ദിവസം ആയുർവേദ ഡോക്ടറെ കണ്ട് രാത്രിയിൽ ഉറങ്ങാനുള്ള 2 ക്യാപ്സ്യൂൾ അദ്ദേഹം തന്നു. എന്നിട്ടും കാര്യമായിട്ട് ഉറക്കം നടന്നിട്ടില്ല. നിങ്ങൾ ഉറങ്ങുന്നത് കാണും എനിക്ക് ഭയങ്കര അസൂയ. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഉറങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. ഉറങ്ങുന്നവരെല്ലാം ഭാഗ്യവാന്മാർ. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കൊന്നും അനുകരിക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ആത്മീയതയുടെ വലിയ ഉന്നതിയിലായിരുന്നു ആ പരിശുദ്ധൻ. എന്നിരുന്നാലും ഒരു ശ്രമം നമുക്ക് നടത്താമല്ലോ. അദ്ദേഹത്തിൻ്റെ ജീവിത വഴികൾ നമുക്ക് തുറന്നു തരുന്ന ആ വലിയ വാതായനങ്ങൾ സുവിശേഷം ജീവിക്കുവാനുള്ളതാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥന തന്നെയാണ് ദൈവത്തോടുള്ള ബന്ധത്തെ കൂടുതൽ ബലപ്പെടുത്തുവാൻ ഏറ്റവും ശക്തമായിട്ട് ഉപകരണം. പ്രിയമുള്ളവരെ, നമുക്ക് തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ സഭ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അതിലും വലിയ പ്രതിസന്ധിയിലൂടെ ഈ സഭയെ നയിച്ച ഒരു പുണ്യപ്പെട്ട പിതാവാണ് ആലുവായിലെ വലിയ തിരുമേനി. അന്നത്തേതിനേക്കാട്ടിലും കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള, ലീഗലായിട്ടുള്ള അനേകം പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യാശ കൈവിടാതെ നമുക്ക് മുൻപോട്ട് പോകാം. എത്രയോ വർഷങ്ങൾ എന്തെല്ലാം നഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ മധ്യേ നമ്മൾ പിടിച്ചു നിന്നു. അതിനെല്ലാം നമുക്ക് ബലം നൽകിയത്, ശക്തിപ്പെടുത്തിയത് ഈ പുണ്യപ്പെട്ട പിതാക്കന്മാരാണ്. അവർ തുടർന്നും നമുക്ക് വേണ്ടി ദൈവസന്നിധി ജാഗരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഏതൊരവസ്ഥയിലും നമുക്ക് ദൈവം കൂടെയുണ്ട് എന്നുള്ളതായ ബോധ്യത്തിൽ പുണ്യപ്പെട്ട പിതാക്കന്മാർ പഠിപ്പിച്ചു തന്ന, കൈമാറി തന്ന വിശ്വാസത്തിൻ്റെ പൈതൃകം ചോർന്നു പോകാതെ നമുക്ക് അടുത്ത തലമുറയ്ക്കും അത് കൈമാറാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. ഈ പ്രിയപ്പെട്ട സഭാമക്കൾ പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ പിതാക്കന്മാർ നടന്നതായ വഴികൾ, അവരുടെ കണ്ണുനീര്, പ്രാർത്ഥന, അവരുടെ കഷ്ടപ്പാട്, അതൊക്കെ നമുക്ക് അന്യമായി പോകുന്നു. നമുക്ക് അവിടെയെല്ലാം ദൂരെ നിന്ന്, മാറി നിന്ന് പ്രാർത്ഥിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വേദനയാണെങ്കിലും അവിടെയും നമുക്ക് പരിഭവങ്ങളൊന്നുമില്ല. ദൈവം നമുക്കൊപ്പമുണ്ട് എന്നുള്ളതായ ബോധ്യത്തിൽ തിരുമേനി ഇവിടെ നമുക്കൊപ്പം, വലിയ തിരുമേനി നമ്മുടെ ഒപ്പം, ഈ സാന്നിധ്യം നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതായ ബോധ്യത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കണ്ണ് തൻ്റെ നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കായും തുറന്നിട്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുമെല്ലാം പരിശുദ്ധനായ ബാവായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബലഹീനനായ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നേതൃത്വം കൊടുക്കുന്ന പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. വ്യവഹാരങ്ങൾ അനവധിയാണ്. ഇനി വരും ദിവസങ്ങളിലും അനേകം വ്യവഹാരങ്ങൾ കോടതികളിലെല്ലാം വരുന്നുണ്ട്. ഹൈക്കോടതിയിലുണ്ട്, മുനിസിപ്പൽ കോർട്ടിലുണ്ട്, ജില്ലാ കോടതിയിലുണ്ട്, സുപ്രീം കോടതിയിലുണ്ട്. ഇതൊക്കെ നടത്തി മുന്നോട്ട് പോകുവാൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. വ്യവഹാരം നടത്തിക്കൊണ്ട് പോവുക എന്ന എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വലിയ തിരുമേനിയെപ്പോലെയും പരിമല തിരുമേനിയും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് വ്യവഹാരം. പക്ഷേങ്കിൽ നമുക്ക് അതിൻ്റെ പുറകെ പോയേ പറ്റുകയുള്ളൂ എന്നുള്ള സാഹചര്യമാണ്. നീതിക്ക് വേണ്ടി, സത്യത്തിൻ്റെ വേണ്ടി പിതാക്കന്മാർ ഉയർത്തിപ്പിടിച്ച വിശ്വാസ സത്യങ്ങൾ, അത് സത്യമാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ട് അതിൽ തന്നെ അടിയുറച്ചു നിൽക്കുവാൻ നമ്മൾ
ബാധ്യസ്ഥരായതുകൊണ്ടും അത് നമ്മുടെ ഉത്തരവാദിത്വമായതുകൊണ്ടും നമുക്ക് അവകാശപ്പെട്ടത് നഷ്ടപ്പെടാതിരിക്കുവാൻ, അവകാശപ്പെട്ടത് നഷ്ടപ്പെട്ടെങ്കിൽ അത് തിരികെ ലഭിക്കുമെന്നുള്ളതായ ബോധ്യത്തിലും നമ്മൾ പരിശ്രമിക്കുന്നു. പരിശ്രമങ്ങൾ വിഫലമാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ആത്യന്തികമായി ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിറവേറപ്പെടുന്നെന്നുള്ളതായ വിശ്വാസത്തോടുകൂടി നമുക്ക് ചേർന്ന് നിൽക്കാം. വിശ്വാസത്തിൽ കൂടുതൽ സ്ഥിരപ്പെടാം. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. കഴിഞ്ഞ ഒരാഴ്ച കാലമായി എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. അതൊന്നും പറഞ്ഞാലൊന്നും നമ്മുടെ ആളുകൾക്കൊന്നും അങ്ങനെ മനസ്സിലാവുമൊന്നുമില്ല. നമ്മുടെ ആളുകൾക്ക്, വിശ്വാസികൾക്ക് അവർ വിളിക്കുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ ചെല്ലണം, പ്രോഗ്രാം ഏറ്റ് ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ പോകാനായിട്ട്. പക്ഷേ ശരീരം പണി മുടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പലപ്പോഴും ഉദ്ദേശ സ്ഥലത്ത് കാണാതെ വരുമ്പോൾ, കിട്ടാതെ വരുമ്പോഴുള്ള പ്രയാസം കൊണ്ടൊക്കെ അതുമൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ചില ആളുകളൊക്കെ. അവർ മനസ്സിലാക്കണം, ശാരീരികമായ ബുദ്ധിമുട്ട് വരുമ്പോൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് പോലെ ഓടിയെത്താൻ സാധിക്കാതെ വരുന്നുണ്ട്. കഴിഞ്ഞ 7 ദിവസത്തെ വിശ്രമത്തിന് ശേഷമാണ്, മെഡിക്കേഷന് ശേഷമാണ് ഇന്ന് ആദ്യമായി ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നത്. വലിയ തിരുമേനിയുടെ ഈ ഓർമ്മ പെരുന്നാളിൽ നിങ്ങളോടൊപ്പം ഈ പുണ്യപ്പെട്ട ഭൂമിയോട് ചേർന്ന് ദിവ്യബലി അർപ്പിക്കുവാൻ ഭാഗ്യമുണ്ടായതിൽ, അതിന് ദൈവം എന്നെ കരുതിയതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പരിശുദ്ധനായ തിരുമേനിയുടെ മധ്യസ്ഥത അതിന് ഒരു മുഖാന്തരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഈ ഇടവകയ്ക്ക് എല്ലാ ഭാവുകങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.